രമേശ് ചെന്നിത്തല ഇന്ന് സമസ്ത വേദിയിൽ മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് വാർഷിക ചടങ്ങിലെ സെമിനാർ രമേശ് ചെന്നിത്തല വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, SNDPയുടെയും NSSന്റെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കി രമേശ് ചെന്നിത്തല ഇപ്പോൾ സമസ്ത വേദിയിലേക്കും കൂടി വരികയാണ്. ലക്ഷ്യങ്ങൾ പലതാണ്. തീർച്ചയായും അത് തന്നെയാണ്. SNDPയും NSSും അദ്ദേഹത്തെ പല വേദികളിൽ വരെയും ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും ചെയ്ത് ഏറെ ചർച്ചയും വാർത്തയുമായത്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ലീഗ് നിയന്ത്രണത്തിലുള്ള സമസ്തയുടെ സ്ഥാപനമാണ് ജാമിയ നൂരിയ. ആ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ജാമിയ നൂരിയയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിലേക്കാണ് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ഈ പരിപാടിക്ക് എത്തിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ചെന്നിത്തലയെ തന്നെ വിളിച്ചിരിക്കുകയാണ് ഈ ചടങ്ങിലേക്ക്. അത് എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഇതിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ സമസ്തയുടെ മറ്റൊരു സ്ഥാപനമായ ജാമിയ അറബിയയിൽ 11-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗിന്റെ ഒരു ഏറ്റവും അടുത്ത ഒരു വിശ്വസനീയനായ ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. രുചീഷ്. ശരി ശാന്തകുമാർ.